إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും പരമകാരുണികനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ യഥാവിധി പാലിക്കുവാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സാധാരണ നമ്മൾ ഖുതുബ കേൾക്കുമ്പോൾ ചില ഖുതുബകൾ നമ്മളോടായിരിക്കും, ചില ഖുതുബകൾ നമുക്ക് ബാധകമാകില്ല. ആ ഖുതുബയിൽ പറയുന്ന തെറ്റോ അല്ലെങ്കിൽ പോരായ്മയോ ഇല്ലാത്തവരായിരിക്കും നമ്മൾ. എന്നാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബ കുറെ ആളുകൾ നേരത്തെ തന്നെ എത്തിയത് തന്നെ മാഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാവട്ടെ. ഇന്നത്തെ ഖുതുബ എന്നോടും നിങ്ങളോടെല്ലാവരോടുമാണ്. എല്ലാ ആളുകൾക്കും വളരെ ആവശ്യമുള്ള, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉപകാരമുള്ള ഒരു വിഷയമാണ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരുപാട് അമലുകൾ ചെയ്തു മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ അതിനിടയിലെല്ലാം തന്നെ പല പോരായ്മകളും സംഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആദം സന്തതികൾക്കെല്ലാം ഇങ്ങനെയുള്ള പോരായ്മകൾ സംഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുമുണ്ട്. അത് തിരുത്തിയും അതിൽ തൗബ ചെയ്തും മടങ്ങുന്നവരാണ് വിജയികളെന്ന് റസൂൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നൈമിഷികമായ ജീവിതത്തിന്റെ നിസ്സാരത മനസ്സിലാക്കി പരലോകത്തിന് വേണ്ടിയിട്ട് പരമാവധി ഒരുങ്ങുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ നന്മ ചെയ്യാൻ അവർക്ക് മുന്നിൽ എത്തുന്ന എല്ലാ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്താറുണ്ട് നാളെ പരലോകത്ത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ വളരെ ആഹ്ലാദത്തിലായിരിക്കുമെന്നാണ്.
നാളത്തേക്കുള്ള ഈ പറഞ്ഞ ഒരുക്കങ്ങളെല്ലാം ചെയ്യാതെ നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർ ഈ കാര്യങ്ങളെ അവഗണിച്ചവരും നൈമിഷികമായ ഈ ദുനിയാവിന്റെ സുഖത്തിന്റെ ലോകത്ത് അതിൽ മതിമറന്നുപോയവരുമാണ്. എന്നാൽ ആ ആളുകൾ നരകത്തിൽ അല്ലെങ്കിൽ പരലോകത്ത് വളരെയധികം ഖേദത്തിലായിരിക്കുമെന്നാണ് ആയിരക്കണക്കിന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, പാപങ്ങളിൽ മുഴുവനും പരലോകം നഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം വിലപിക്കേണ്ടി വരും. അവർക്കൊരു രക്ഷയും ഉണ്ടാവില്ല. അവിടെ ഒരാളും അവരെ സഹായിക്കാൻ പോലും ഉണ്ടാകില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ ആമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ ആമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓരോ ആത്മാവും, ഓരോ മനുഷ്യരുടെയും ആത്മാവ് അത് നന്മയായിട്ട് എന്ത് പ്രവർത്തിച്ചുവോ അതിനെ ഹാജരാക്കപ്പെട്ടതായി കണ്ടെത്തുന്ന ദിവസം. ഓരോ ആത്മാവും അവർ ചെയ്ത നന്മകളുമായി ഹാജരാകുന്ന ദിവസം. എന്നാൽ ഓരോ ആത്മാവും തിന്മയായിട്ട് ഏതൊന്ന് പ്രവർത്തിച്ചുവോ അതിന്റെയും അവന്റെയും ഇടയിൽ വിദൂരമായ അകലം ഉണ്ടായിരുന്നെങ്കിൽ എന്നത് അത് കൊതിക്കുകയും ചെയ്യുന്ന ദിവസം. അവരുടെ പാപങ്ങളും അവരും തമ്മിൽ ഭയങ്കരമായ വിദൂരത അവൻ ആഗ്രഹിക്കും. അവർ ചെയ്ത നന്മയും തിന്മയും തമ്മിലുള്ള വിദൂരത അവൻ ആഗ്രഹിക്കും. അങ്ങനെ ഒരു ദിവസത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. അല്ലാഹു അക്കൂട്ടരെ കുറിച്ച് അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ രക്ഷപ്പെടേണ്ടതുണ്ട്. അല്ലാഹു അവിടെ പരമാവധി ദയാലുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേയറ്റത്തെ ദയയുണ്ടായിട്ടും രക്ഷപ്പെടാത്ത ആളുകളായിട്ട് നമ്മൾ മാറിക്കൂടാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പൊതുവെ തിന്മകൾ ചെയ്യുന്ന പാപികളായ ആളുകൾ അവരുടെ അടയാളം അവർ ദുനിയാവിലേക്ക് മടങ്ങാൻ കൊതിക്കുന്നു എന്നാണ്. അള്ളാഹു ഏതൊരുവനെ പിഴവിലാക്കിയോ അവന് പിന്നീട് യാതൊരു രക്ഷയുമില്ല എന്ന്. ഒരാളെ പിഴച്ചവനായിട്ട് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരുത്തൻ പിഴവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. എന്ന് പറഞ്ഞാൽ അവൻ അങ്ങേയറ്റം അവിടെ നരകത്തിലായിരിക്കും, ശിക്ഷയിലായിരിക്കും. الذين آمنوا إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة. അക്രമികൾ ശിക്ഷയെ കാണുന്ന അവസരത്തിൽ അവർ പറയും, എന്താ പറയാന്നറിയോ, ഒരു തിരിച്ചുപോക്കിന് അവസരം കിട്ടണമായിരുന്നു, ഒന്നുകൂടെ ഒന്ന് ദുനിയാവിൽ ജീവിച്ചാൽ ഞാൻ റെഡിയായിട്ട് വരികയായിരുന്നു എന്നവർ പറഞ്ഞു പോകുമെന്താണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഞാൻ നേരത്തെ ഓതി വെച്ച 81-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതു ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ആർ തിന്മയെ നേടിവെക്കുകയും തന്റെ തെറ്റുകുറ്റം തന്നെ വലയം ചെയ്യുകയും ചെയ്തുവോ അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാണ്. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കുക. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്നറിയാം, പാപങ്ങൾ ഷർത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താകുന്നില്ല, പാപങ്ങളല്ലാതാകുന്നില്ല. നന്മകൾ നമ്മളുടെ ഇഖ്ലാസിന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നന്മയായി എഴുതിക്കൊള്ളണമെന്നുമില്ല. ആലോചിച്ചു, ഒരു നന്മ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ അത് ആർക്കോ വേണ്ടിയിട്ടായിരിക്കും, ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഭൗതികമായ ആവശ്യങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, റിയാക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? ചില നന്മകൾ നമ്മൾ ചെയ്തത് അത് എടുത്തു പറഞ്ഞ് സുമാഅത്തായി അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. ചില നന്മകൾ അശ്രദ്ധമായി നിയ്യത്തില്ലാതെ ചെയ്തിട്ടുണ്ടാകും. നന്മകൾ നമ്മൾ നന്മകളായി കണക്ക് കൂട്ടിയാലും അവിടെ ഒരു പക്ഷേ ഹിസാബിൽ കാണണമെന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന തിന്മകളും നിരന്തരമായി ചെയ്യുന്നതിന്റെ പേരിൽ നിസ്സാരത അനുഭവപ്പെടുന്ന തിന്മകളും നാളെ വലിയ കൂമ്പാരമായി നമുക്ക് നിലനിൽക്കുമെന്നാണ് ഈ ഖുതുബ നമ്മളോടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, പാപങ്ങൾ ചെയ്ത ആളുകളാണ് നമ്മളെല്ലാവരും എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ പരിഹാര മാർഗങ്ങൾ തേടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ മക്കന്നാഹും ഫിൽ അർളി മാ ലൻ നുമക്കിൻ ലക്കും. അല്ലാഹു പറയുകയാണ്, അവർ കണ്ടില്ലേ
അവർക്ക് മുമ്പ് എത്രയോ തലമുറയെ നാം നശിപ്പിച്ചിരിക്കുന്നുവെന്ന്, നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലാത്ത പല അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും നാം അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അവർക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു കൊടുത്തിരുന്നു, അവർക്ക് സമൃദ്ധമായി അതിനെ അയച്ചു കൊടുത്തിരുന്നു, അരുവികളെ നാം ഏർപ്പെടുത്തി കൊടുത്തിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ നാം നശിപ്പിച്ചു. നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ സഹോദരങ്ങളെ നമ്മളെ നശിപ്പിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ തന്നെ പരീക്ഷണങ്ങളും ശിക്ഷകളും ഇറങ്ങാൻ നമ്മളുടെ പാപങ്ങൾ കാരണമാകും. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ചിന്തിക്കില്ല. നമ്മൾ എന്ത് പോരായ്മയും പരീക്ഷണവും പ്രയാസവും വന്നാൽ ഇത് തന്റെ പ്രശ്നമാണ് എന്നൊരിക്കലും ചിന്തിക്കാറില്ല. താനല്ലാത്ത മറ്റു കാരണങ്ങളാണ് പലപ്പോഴും നമ്മൾ തേടിപ്പോകാറുള്ളതും കണ്ടെത്താറുള്ളതും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്താ പറയുന്നത്? വജഅൽനൽ അൻഹാറ തജ്രി മിൻ തഹ്തിഹിം, അവർക്കെല്ലാം അരുവികളെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു, നിങ്ങൾക്കൊന്നും തരാത്തത്രേ. എന്നിട്ട് പറഞ്ഞു ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം വഅൻശഅനാ മിൻ ബഅദിഹിം ഖൗമൻ ആഖരീൻ, അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ നാം നശിപ്പിച്ചു, ശേഷം മറ്റൊരു തലമുറയെ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. പാപങ്ങൾ കാരണത്താൽ അവർക്ക് വമ്പിച്ച പരീക്ഷണത്തിലൂടെ അവർ ഇല്ലാതാക്കി, അവർ നശിച്ചു പോകുന്നു. ആ അവസ്ഥയുണ്ടായി. മുൻകാലങ്ങളിൽ നടന്ന ആളുകൾക്ക് നടന്ന അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയുള്ള അള്ളാഹുവിന്റെ സൂചനകളാണത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശൈത്താൻ പാപങ്ങളിലേക്ക് മാത്രമാണ് നമ്മളെ പ്രേരിപ്പിക്കുക. യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി വല മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ പറയുകയാണ്, ഹേ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ. തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം, അന്ന് ഒരു മാതാവോ പിതാവോ ഒരു സന്താനത്തിനും രക്ഷക്കുണ്ടാവില്ല, പ്രയോജനപ്പെടില്ല. ഒരു മാതാപിതാക്കൾക്കും ഒരു സന്താനവും പ്രയോജനപ്പെടുകയുമില്ല. അങ്ങനെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ ആ വാഗ്ദാനം യാഥാർത്ഥ്യമാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അല്ലാഹുവിന്റെ ആ വാഗ്ദാനം സത്യമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ തഉറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആകയാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, പിശാച് സഹോദരങ്ങളെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പൊതുവെ ഭൗതികം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കച്ചവടവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പള്ളിയിൽ ഇരിക്കാനാണ് ആവോ ഇയാൾ പറയുന്നത്. അല്ല, മറിച്ച് ഭൗതികമായ പല കാര്യത്തിനു വേണ്ടി ഓടുമ്പോഴും പാരത്രികമായ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ എല്ലാവരും അതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളും ഒരുപാട് പോംവഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശൈത്താൻ എപ്പോഴും പാപങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് സഹായകമാകുന്ന 10 കാര്യങ്ങൾ മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്റെ താരിഖുൽ ഹിജ്റത്തൈൻ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ആവശ്യമുള്ള ഖുതുബയാണ്. ഒന്നാമതായി അദ്ദേഹം പഠിപ്പിക്കുന്നത് പാപങ്ങളുടെ നിന്ദ്യതയും മയച്ചതയും ഒരാൾ അറിഞ്ഞിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതെത്ര വലിയ തോന്നിയാസാണ് എന്ന്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ വഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഅറാഫിലൂടെ പറയുന്നുണ്ട്, നിശ്ചയമായും തന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ത്? എല്ലാ നീചവൃത്തികളും, അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും. ആളുകൾ ആരും അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, മക്കൾ അറിയാതെ, കൂടെ കിടക്കുന്ന ഇണയറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രഹസ്യമായതും, അതുപോലെ ഉളുപ്പില്ലാതെ ലജ്ജ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പബ്ലിക്കിൽ ചെയ്തു കൂട്ടുന്ന, ഇതരരായ ആളുകൾക്ക് അനുഭവം കൊള്ളുന്ന, ഇതരരായ ആളുകളെ ആക്രമിക്കപ്പെടുന്ന, അവർക്ക് വേദനിക്കുന്ന തരത്തിൽ മറ്റുള്ള ആളുകൾ അറിയുന്ന പാപവും. ഇത് രണ്ടും പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുകയാണ് അല്ലാഹു അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ കൂടെ എണ്ണി
ന്യായമല്ലാതെയുള്ള അക്രമവും കയ്യേറ്റവും അധികൃതരേഖയും അള്ളാഹു അവതരിച്ചിട്ടില്ലാത്തതിനെ അവനോട് പങ്കുചേർക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് അള്ളാന്റെ പേരിൽ പറയുന്നതും ഇതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ. പാപങ്ങളെല്ലാം മ്ലേച്ഛമായിരിക്കും. അത് സ്വന്തത്തിനും സമൂഹത്തിനും ആത്യന്തികമായി ദോഷമാണ് വരുത്തിവെക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹകദാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, വിശ്വാസി തന്റെ പാപങ്ങളെ തനിക്കുമീതെ വീഴുമെന്ന ഭയത്തോടെ നോക്കുന്നു. ഒരു മലയെപ്പോലെയാണ് ഒരു വിശ്വാസിയായ ഈമാനുള്ള ഒരു മനുഷ്യൻ തിന്മയെ കാണുക. വലിയ ഭാരമായിരിക്കും അയാൾക്കത്. അതിലേക്ക് പെടുമ്പോൾ അയാൾ വലിയ ബേജാറിലായിരിക്കും. എന്നാൽ പറയുകയാണ്, ഒരു ദുഷ്ടൻ തന്റെ പാപങ്ങളെ മൂക്കിനു മുകളിൽ പറക്കുന്ന ഒരു ഈച്ചയെ കൈകൊണ്ട് തട്ടിമാറ്റുന്ന ലാഘവത്തോടെ കാണുന്നു. അത്രയും നിസ്സാരമായിരിക്കും ആളുകൾക്ക് ഈ ഫാജിറിന് തിന്മ എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപങ്ങളുടെ മ്ലേച്ഛതയും നിന്ദ്യതയും എത്രയാണെന്ന് മനസ്സിലാക്കലാണ് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തത് റബ്ബിനെ കുറിച്ചുള്ള ഭയമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവർക്ക് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അപ്പോൾ യാതൊരുവൻ തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്റെ ഇച്ഛയിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ അവന് സ്വർഗം തന്നെയായിരിക്കും സങ്കേത സ്ഥാനമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നത് പ്രധാനമാണ്. അത് ആൾക്കൂട്ടത്തിനിടയിലല്ല, നല്ല ഒരു സൊസൈറ്റിക്ക് നടുവിലല്ല, സ്വന്തം മക്കളും കുടുംബവും കൂട്ടത്തിലുണ്ടാകുമ്പോൾ മാത്രമല്ല, പണ്ഡിതന്മാരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മാത്രമല്ല, അവൻ ഒറ്റക്കായിരിക്കുമ്പോൾ പോലും അള്ളാഹുവിനെ ഭയപ്പെടുക. അവർക്കായിരിക്കും സ്വർഗമെന്നുള്ള വിശ്വാസം തിന്മകളിൽ നിന്ന് അവനെ തടയണം. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ മുഅ്മിനു യഅമലു ബിത്ത്വാആതി വഹുവ മുശ്ഫിഖുൻ വാജിലുൻ ഖായിഫ് വജിലുൻ ഖായിഫ് വൽ ഫാജിറു യഅമലു ബിൽ മആസി വഹുവ ആമിൻ. എല്ലാവരും ശ്രദ്ധിച്ചോളി. അദ്ദേഹം പറയുകയാണ്, വിശ്വാസി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലും ഭയത്തോടു കൂടിയായിരിക്കും. ഒരു മുത്തഖിയായ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ, അയാളൊരു നന്മ ചെയ്യുന്നത് പോലും പേടിയോടെയായിരിക്കും. എന്നാൽ വൽ ഫാജിറു യഅമലു ബിൽ മആസി വഹുവ ആമിൻ, ഒരു ദുഷ്ടൻ, ഒരു പാപം ചെയ്യുന്ന മനുഷ്യൻ, അയാൾ പാപങ്ങൾ ചെയ്യുമ്പോൾ പോലും നിർഭയനായിരിക്കും. അയാൾ മനസ്സിലായില്ലേ? നമുക്ക് ഈമാനുണ്ടോ? ഒരു നന്മ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയായിരിക്കും, പടച്ചോനെ ഞാൻ ഇങ്ങനെങ്കിലും രക്ഷപ്പെടണമായിരുന്നു, ഇത് അള്ളാഹു സ്വീകരിക്കണമായിരുന്നു, ഇതിന്റെ പേരിൽ പരലോകത്ത് എനിക്ക് രക്ഷ കിട്ടണമായിരുന്നു, ഇത് പടച്ചോൻ സ്വീകരിച്ചാൽ മതിയായിരുന്നു. അയാൾ ഭയത്തോടു കൂടിയായിരിക്കും. ഇതൊക്കെ ചെയ്താലും മതി വരുമോ എന്ന പേടിയിലായിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ അങ്ങനെ പേടിച്ചവരായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും മരണാശയ്യയിൽ കിടക്കുമ്പോൾ ബേജാറോടുകൂടിയായിരുന്നു. മഹാനായ അബൂ ഹുറൈറ ആയിരക്കണക്കിന് ഹദീസുകൾ ലോകത്തിന് നൽകിയിട്ട് കടന്നുപോയ പണ്ഡിതനാണ്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. പ്രവാചകനോടൊപ്പം ചേർന്ന് അദ്ദേഹം പഠിപ്പിച്ച വചനങ്ങളെ തന്റെ കൈകളിലുള്ള എല്ലുകളിലും തോലുകളിലുമായി എഴുതി വെച്ച പണ്ഡിതനായിരുന്നു. ആ അബൂ ഹുറൈറ മരണാശയ്യയിൽ കിടക്കുമ്പോൾ കൈ വിതുമ്പി എന്നാണ് സഹാബാക്കൾ പറഞ്ഞത്. എന്താണ്, പാതയമില്ലേ അബൂ ഹുറൈറ, എന്തിനാണ് താങ്കൾ ബേജാറാകുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അത് മതിയായിട്ടില്ലത്രേ, അദ്ദേഹം ബേജാറിലാണത്രേ എന്നാണ് അദ്ദേഹം പറയാണ്. എന്റെ അമലുകളുമായിട്ട് ഞാൻ റബ്ബിന്റെ മുന്നിലേക്ക് പോയാൽ അത് മതിയാകുമോ എന്ന ആശങ്കയാണ് എന്റെ ബേജാറിന് കാരണമെന്ന് അദ്ദേഹം. സഹോദരങ്ങളെ, നന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലും അവർ ഭയത്തോടുകൂടിയായിരിക്കും ചെയ്യുക എന്നതാണ്. വിശ്വാസി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഭയത്തോടുകൂടിയായിരിക്കും അയാൾ ചെയ്യുക. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, റബ്ബിനെ തൊട്ടുള്ള ലജ്ജ കാരണം മാറി നിൽക്കും അയാൾ ആ പാപത്തിൽ നിന്ന്. ചില തെറ്റുകൾ ആരെങ്കിലും കണ്ടാൽ അത് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മളുടെ അഭിമാനത്തിനും ക്ഷതമേൽക്കുമെന്ന് നമ്മൾ ഭയപ്പെടാറില്ലേ? അതുപോലെ തന്നെയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു,
പ്രവാചകരെ എനിക്ക് വല്ല ഉപദേശം നൽകിയാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ജനതയിൽപ്പെട്ട സ്വാലിഹീങ്ങളായ മനുഷ്യരിൽ നിന്ന് നീ ലജ്ജ വെച്ച് പുലർത്തുന്നത് പോലെ അള്ളാഹുവിനോടും ലജ്ജ വെച്ച് പുലർത്തുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം. സ്വാലിഹീങ്ങളായി നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നമ്മുടെ നാട്ടിലെ പ്രഗത്ഭനായി നമ്മൾ കാണുന്ന അയാളുടെ മുന്നിൽ, അയാളുടെ വശ്യതയിൽ, അയാളുടെ സാന്നിധ്യത്തിൽ നമ്മൾ കാണിക്കുന്ന എല്ലാത്തരം ലജ്ജയുമുണ്ടല്ലോ, അത് അയാളെക്കാളും നീ കൊടുക്കേണ്ടത് നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോകുന്ന റബ്ബിനോടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഉപദേശം നൽകി. സഹോദരങ്ങളെ, ആ ഒരു ലജ്ജ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. ആ ഒരു ലജ്ജ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മാറി നിൽക്കാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് മുമ്പിൽ ഏത് വിധം ലജ്ജ നിങ്ങൾ കാണിക്കേണ്ടതുണ്ടോ ആ വിധം നിങ്ങൾ ലജ്ജ കാണിക്കുവിൻ. ഞങ്ങൾ അതിലും സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിനാണ് സ്തുതി, ഞങ്ങൾ ലജ്ജയുള്ളവരാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ യഥാവിധം ലജ്ജ കാണിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ ശിരസ്സും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങളുടെ ഉദരവും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. മരണത്തെയും നാശത്തെയും ഓർത്തുകൊണ്ടേയിരിക്കണം. പാരത്രികം ആഗ്രഹിക്കുന്നവർ ഐഹിക ജീവിതം അത് ഉപേക്ഷിക്കുന്നതിലേക്ക് പോകും. ഐഹികാഡംബരങ്ങൾ അയാൾ ഉപേക്ഷിക്കും. ഇങ്ങനെ ചെയ്യുന്നവരാണ് അള്ളാഹുവിന് മുന്നിൽ യഥാർത്ഥ ലജ്ജ കാണിക്കുന്ന ആളുകൾ. പാപങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഭൗതികമായ സാഹചര്യങ്ങളിലേക്ക് അയാൾ ഓടിയെടുക്കില്ല. മറിച്ച് പാപമുക്തമായ ജീവിത ലോകത്തേക്ക് സഞ്ചരിക്കാനുള്ള ഏരിയകളിലേക്ക് അയാൾ അയാളുടെ വഴിയെ തുറന്ന് വിട്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. നമ്മളെല്ലാവരും സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. ഇത്രമേൽ അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ ഓരോരുത്തരുടെയും അനുഗ്രഹങ്ങളെ എണ്ണിയാൽ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പോരായ്മകളെ എണ്ണിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നാഥനോട് അടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട് ഒരുപാട് 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 ഒരുപാട്. അതെണ്ണി നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ വിട്ട് നമ്മൾ എങ്ങോട്ടും പോകില്ല. അള്ളാഹു നൽകിയ നിഅമത്തുകളെ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. അത്രത്തോളമാണ്. എത്ര കുട്ടികളാണ് കാണാൻ മൊഞ്ചുള്ള, കാണാൻ വെളുപ്പുള്ള, കാണാൻ ഭംഗിയുള്ള, കാണാൻ ആരോഗ്യം തോന്നിയ മക്കൾ. എത്ര ആളുകളാ പ്രിയപ്പെട്ടവരെ, അവരുടെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കുണ്ടത്രേ. അവർക്ക് ഇന്ന് വയസ്സാകുമ്പോൾ ഓപ്പറേഷൻ വരുന്നുണ്ടത്രേ. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര മക്കൾക്കാണ് മാരകമായ രോഗങ്ങൾ കൊണ്ട് ഈ ബാംഗ്ലൂരിലേക്ക് എത്ര കുടുംബിനികളാണ് രാപ്പാർക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഓരോരുത്തരും അവരുടെ അഭിമാനത്തെ മൂടിവെച്ച്, അവരുടെ ലജ്ജയെ ഏറ്റവും നല്ല മൂടിൽ വെച്ച് ജീവിക്കുമ്പോഴും അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ എണ്ണുമ്പോ, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ എണ്ണുമ്പോ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എന്ന് തിട്ടപ്പെടുത്താൻ സ്വന്തമായി എണ്ണാൻ കഴിയാത്ത മനുഷ്യരെ മറ്റുള്ള ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും എന്തൊക്കെ പ്രയാസങ്ങളാണ് ഓരോരുത്തർക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് മാറണം നമ്മളെല്ലാവരും. നമ്മൾ ഓരോരുത്തരും സ്വന്തം തീരുമാനിച്ചിട്ടല്ലാതെ അള്ളാഹു അതിനുള്ള വഴി നമുക്ക് തരില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം വഇദാ അറാദ അല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹ്. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു അവരിൽ മാറ്റം വരുത്തുകയില്ല എന്നാണ്. ഒരു ജനതയെപ്പറ്റി അള്ളാഹു വല്ല തിന്മയും ഉദ്ദേശിച്ചാൽ അതിന് യാതൊരു തടസ്സവും പിന്നെ ഇല്ല കേട്ടോ. അള്ളാഹു ഒരു ജനതയ്ക്ക്, ഒരു വിഭാഗത്തിന്, ഒരു മനുഷ്യന്, ഒരു സമൂഹത്തിന്, ഒരു കുടുംബത്തിന് വല്ല പോരായ്മയും തീരുമാനിച്ചാൽ അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അതിനൊരു തടസ്സവുമില്ല. അവന് പുറമെ അതിനൊരു രക്ഷാധികാരിയും നിങ്ങളുടെ മേൽ വരില്ല. അള്ളാഹു അങ്ങനെ ഒരു പ്രതിസന്ധി വെച്ചാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. 10 വയസ്സുവരെ ഒരു തകരാറുമില്ലാത്ത മക്കളായിരിക്കാം. 15ാമത്തെ വയസ്സിൽ എന്തോ ഒന്ന് കാത്തിരിക്കുന്നുണ്ടാകും. 18 20 വയസ്സുവരെ ഒരു തകരാറുമില്ലാതെ പോറ്റിയ മക്കളായിരിക്കാം. 22ാമത്തതോ 30ാമത്തതോ വയസ്സിൽ ആന്തരികമായ വല്ല പ്രോബ്ലമും വന്നേക്കും.
ആലോചിക്കണം നമ്മളെല്ലാവരും. ഒന്നും ചെയ്യാനാവില്ല പ്രിയപ്പെട്ടവരെ, ഒന്നും ചെയ്യാനാവില്ല. റഹ്മാനായ റബ്ബല്ലാതെ ഒരാളും നിങ്ങൾക്ക് രക്ഷക്കെത്തില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് മറ്റൊരായത്തിൽ അല്ലാഹു പറയുകയാണ്, ദാലിക ബിഅന്നല്ലാഹ ലം യകു മുഗയ്യിറൻ നിഅമതൻ അൻഅമഹാ അലാ ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ജനതയ്ക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം അവർ മാറ്റം വരുത്തുന്നവനല്ലെന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ സ്വന്തത്തിലുള്ളത് അവൻ മാറ്റം വരുത്തുന്നത് വരേക്കും ആ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ അവിടെ ഉണ്ടാകും. മനസ്സിലായി നിങ്ങൾക്ക്? അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ. കച്ചവടമായിരിക്കാം, ആരോഗ്യമുള്ള മക്കളായിരിക്കാം, ആരോഗ്യമുള്ള എല്ലാറ്റിനും പറ്റിയ ഭാര്യയായിരിക്കാം, താങ്ങും തണലും പ്രാർത്ഥനയുമായി പിന്താങ്ങുന്ന മാതാപിതാക്കളായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ തന്നതും നിലനിർത്തുന്നതും നിങ്ങളിലുള്ള ആദർശത്തെ, ആത്മീയതയെ മാറ്റം വരുത്താതെ കൊണ്ടുപോകുന്നത് കൊണ്ടാവാം. എന്നാൽ അള്ളാഹു പറയുകയാണ്, എന്താ പറയുന്നത്? ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വന്തത്തിലുള്ളത് അവൻ മാറ്റം വരുത്തുന്നതുവരേക്കും അള്ളാഹു ഒന്നും ചെയ്യില്ല. നമ്മളുടെ നിലപാടുകൾ, നമ്മളുടെ ആദർശത്തിന്റെ പരിശുദ്ധത, നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ വോൾട്ടേജ് ഇത് കുറയുമ്പോൾ ഒരു പക്ഷേ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും നഷ്ടപ്പെടുന്നത് നീ അനുഭവിക്കേണ്ടി വരും. നമ്മളെല്ലാവരും സൂക്ഷിക്കുക. ഓടിച്ചാടി പാറി പറന്നു നടക്കുന്ന മനുഷ്യനെ മൂലക്കിരുത്താൻ ഒരൊറ്റ സ്കാനിങ് മതിയാകും, ഒരൊറ്റ സ്കാനിങ് മതിയാകും. അവിടേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥയുണ്ടാകും. അതിനൊരു പക്ഷേ കാരണം നമ്മൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന റബ്ബിനോടുള്ള നന്ദികേടായി ജീവിച്ചതോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അരുതെന്ന് പറഞ്ഞ ഏതെങ്കിലും ഹറാമുകൾ നിരന്തരമായി ചെയ്തതുകൊണ്ടോ ആയിരിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ, സ്വന്തം മോളെ മുന്നിലിരുത്തിയിട്ടൊരു മണിക്കൂർ വേണ്ട, ഒരു മിനിറ്റ് നോക്കുക നിങ്ങൾ. എന്തൊരു നല്ല മോളെ അല്ലാഹു നമുക്ക് നൽകിയത്. ഇടത്തോട്ട് നിങ്ങൾ നോക്കുക, അനുജനെ നോക്കുക, ജ്യേഷ്ഠനെ നോക്കുക. അവൻ അല്ലാഹു കൊടുത്തിട്ടില്ല, അവൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. നമ്മുടെ വാഹനം നമ്മൾ ഒരു നിമിഷം നിരീക്ഷിക്കുക. തന്റെ സഹപാഠികളായി പഠിച്ച 50ഓളം ആളുകൾ ഉണ്ടായിട്ട് ഈ വാഹനം റബ്ബ് നൽകിയത് എനിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ചിലർക്ക് മാത്രമാണെന്ന് ചിന്തിക്കുക. നമ്മളുടെ വീടൊന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ. വീടില്ലാതെ ജീവിക്കുന്ന, വീട്ടിൽ അന്തിയുറങ്ങാൻ സാധ്യതയില്ലാതെ, വീടിന് വേണ്ടിയും വീടെടുത്തതിന്റെ കടം വീട്ടാൻ വേണ്ടിയും പുറത്ത് താമസിക്കുന്ന മനുഷ്യനെ പറ്റി ഓർക്കുക. നമ്മൾ നമ്മളുടെ സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങുമ്പോൾ അഭിലാഷത്തോടെ, സ്വന്തം വീടുണ്ടായിട്ട് കിടക്കാൻ കഴിയാത്തവനെയും, സ്വന്തം വീട് നിർമ്മിക്കാൻ കഴിയാത്തവനെയും, സ്വന്തം വീട് നിർമ്മിക്കാൻ ഉതകുന്ന സിറ്റുവേഷൻ ഇല്ലാത്തവനെയും പറ്റി നിങ്ങൾ ആലോചിക്കുക. അപ്പോഴാണ് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ നമ്മളുടെ മനസ്സിൽ നമുക്ക് കൊത്തിവെച്ച് പടച്ചവനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുക. അതല്ലാത്തൊരു മാർഗം മുഅ്മിനെ നമുക്കില്ല. അതുകൊണ്ട് നമ്മളുടെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയാൽ ആ റബ്ബിനോട് വിരക്തിയോ വിരോധമോ കൊണ്ടുവരാൻ വിശ്വാസത്തിന്റെ ഒരംശമുള്ളവന് സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കണം. അഞ്ചാമതായി, സ്വന്തത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കലും അതിനോടുള്ള ബാധ്യത നിറവേറ്റലുമാണ്. നമ്മളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആരാണ് പ്രിയപ്പെട്ടവരെ? ലോകത്തൊരുപാട് സൃഷ്ടിജാലങ്ങളില്ലേ? അള്ളാഹു എത്രയെത്ര പടപ്പുകളെ പടച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. മനുഷ്യനെന്ന് പറഞ്ഞ വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതരരായ ഒരുപാട് ജീവികളുണ്ട്. അവർക്കാർക്കും നൽകാത്ത ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് നൽകി. വിവേചനശേഷിയും ഉൾക്കാഴ്ചയും നേർക്കാഴ്ചയും പരസ്പരം സംസാരിക്കാനുള്ള ഭാഷ നൽകിയും ആകാശത്തുകൂടെയും കടലിലൂടെയും മണ്ണിനടിയിലൂടെയും കടലിനടിയിലൂടെയും സഞ്ചരിക്കാൻ ഉതകുന്ന ശക്തിയും സർവാത്മനായുള്ള കഴിവുകളും അള്ളാഹു ഒരു സൃഷ്ടിജാലത്തിന് നൽകിയിട്ടില്ല. അത്രത്തോളം അള്ളാഹു നമ്മെ ആദരിച്ചു. ഇനി മനുഷ്യരിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ എടുത്തു നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ചില്ലറയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. തീർച്ചയായും ആത്മാവിനെ പരിശുദ്ധിയാക്കിയവൻ അവൻ ഭാഗ്യമുള്ളവനാണ്. അവൻ അവന്റെ നഫ്സിനെ ശുദ്ധമാക്കിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ഭാഗ്യം ലഭിച്ചവനാണ്, അവൻ ഭാഗ്യം പ്രാപിച്ചു എന്നാണ് ഖുർആൻ. എന്നാൽ വഖദ് ഖാബ മൻ ദസ്സാഹാ, ആരെങ്കിലും അവന്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തിയോ അവൻ ഭാഗ്യം കെട്ടവനാണെന്നാണ് ഖുർആൻ പറയുന്നത്.
ഒരു ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ നഫ്സിനെ നമുക്കേ അറിയില്ല. പാപങ്ങളോടുള്ള നമ്മുടെ പൂതിയും തിന്മകളോടുള്ള നമ്മളുടെ ആ ഒരു താല്പര്യവും, പാപങ്ങൾ ഒരുപാട് ചെയ്തിട്ട് നമുക്ക് ആ പേടിയില്ലായ്മയും ഉളുപ്പില്ലായ്മയും ഒക്കെ നമുക്കേ അറിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്ന് നമ്മുടെ ആത്മാവിനെ വിശുദ്ധമാക്കിയാൽ ആ ഭാഗ്യക്കാരിൽ നമ്മൾ ആയിത്തീരുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. അതിലേക്കാണ് നമ്മൾ അടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൻ-നുഫൂസു ശരീഫത്തു ലാ തർലാ മിനൽ അശ്യാഇ ഇല്ലാ ബിഅഅലാഹാ. അദ്ദേഹം പറയുകയാണ്, ഉയർന്ന ആത്മാക്കൾ ഉന്നതവും നല്ല ഫലമുള്ളതുമായ കാര്യങ്ങൾ മാത്രം തേടും. നല്ല ആത്മാക്കൾ നല്ല ഔന്നിത്യമുള്ള, നല്ല പവറുള്ള, നല്ല ഫലമുള്ളതായ കാര്യങ്ങൾ തേടിയിട്ട് ഇങ്ങനെ പോകും. താഴ്ന്ന ആത്മാക്കൾ താഴ്ന്ന കാര്യങ്ങളിലേക്കാണ് ആകർഷിക്കപ്പെടുക. നിലവാരമില്ലാത്ത മറ്റുള്ള വടക്ക് സംഗതികളിലേക്ക്, മോശമായ സംഗതികളിലേക്കായിരിക്കും അവർക്ക് താല്പര്യമുണ്ടാവുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മഹത്വമുള്ള ആത്മാവ് അന്യായത്തെയും അശ്ലീലങ്ങളെയും വെറുക്കും. ഹീനമായ ആത്മാവ് അവയെ ഇഷ്ടപ്പെടും. ഈച്ചയെപ്പോലെ അതെപ്പോഴും മോശമായതിന് ചുറ്റുമായിരിക്കുമല്ലോ. വല്ലാത്ത വാക്കാണ്. നല്ല മനുഷ്യന്മാർ, നല്ല ആത്മീയതയുള്ള പരിശുദ്ധി ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാർ നല്ലതിനെ കൊള്ളങ്ങനെ പോകുമ്പോൾ, ചീത്ത ഉദ്ദേശിക്കുന്ന ആളുകൾ, ചീത്ത മനസ്സുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗ്യം കെട്ടവൻ, അവൻ തിന്മയുടെ ചുറ്റും ഇങ്ങനെ റോന്ത് ചുറ്റിക്കളിക്കും. ഈച്ച മോശമായതിന് ചുറ്റും പാറി നടക്കുന്നത് പോലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ എത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നാളെ പരലോകത്ത് നമ്മൾ ഹാജരാകുമെന്നുള്ള വിശ്വാസമുള്ളവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ, പാപമുക്തമായ ഒരു ജീവിതം നമ്മൾ നേടിയിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരായിരിക്കും. ഞാനതാണ് പറഞ്ഞത്. ഇത് നമ്മളോട് എല്ലാവരോടുമുള്ള കുത്തുബയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും പൾസ് നമുക്ക് അറിയുകയാണ്. ചിലർ മഹാപാപങ്ങൾ ചെയ്തവരായിരിക്കും. ഒരിക്കലും കേൾക്കാൻ അറപ്പുള്ള, താങ്ങാൻ കഴിയാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത വലിയ പാപങ്ങളിൽ പെട്ടുപോയവരുണ്ടാകും. ഒരിക്കലും മനുഷ്യത്വം എന്ന് പറയാൻ പറ്റാത്തതുവരെ. എന്നാൽ ചെറിയ പാപങ്ങൾ ചെയ്തവരുണ്ടാകും. ചെറിയ പാപങ്ങൾ സ്ഥിരമായി ചെയ്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മഹാപാപങ്ങൾ ചെയ്തവന്റെ അതേപോലെ ചെറുപാപങ്ങൾ വൻ കൂമ്പാരമായി മാറുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചെറുത് ചെയ്തിട്ട് വലുത് ചെയ്തവന്റെ അത്ര തന്നെ പാപിയായിട്ട് നാളെ പരലോകത്ത് വരുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട അവസ്ഥ ആളുകൾക്കുണ്ടാകും. അതുകൊണ്ട് സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ. ന്യായം പറയാൻ ചിലപ്പോൾ നമ്മളെ പണമായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലേ? ഏത് തെറ്റിനെ, ഒരു സത്യവിശ്വാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ പള്ളിയിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾ പള്ളിയിൽ വരാഞ്ഞതെന്ന് ചോദിക്കും. ഒരു സാധുവായ മനുഷ്യന്മാരോട് ആളുകൾ ചോദിക്കും. അവൻ വലിയ ബിസിനസ്മാനായി, കച്ചവടക്കാരനായി, വലിയ പണക്കാരനായി, പ്രതാപിയായി, പദവിയുള്ളവനായി മാറിയാൽ നിങ്ങൾ എന്താ പള്ളിയിൽ വരാത്തതെന്ന് ആരും ചോദിക്കൂ? ആരും ചോദിക്കൂല. അവൻ അവിടെ സെക്യൂർ ആയിട്ട് അവന് ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ യഥാർത്ഥമായ സെക്യൂരിറ്റി അവന് നഷ്ടപ്പെട്ടു എന്നതുപോലും അവന് തിരിച്ചറിയാൻ കഴിയില്ല. മറ്റേതാ കൂട്ടുകാരന്റെ വിളി മതിയാകും. പള്ളിയിൽ വരൂലേ, രാത്രി ഉണ്ടാവൂലേ, വയ്യ കാണട്ടോ. ഇതൊന്നും ആ നാട്ടിലെ ഏറ്റവും വലിയ ഭയങ്കരനായ മനുഷ്യനോട് സാധാരണക്കാർ ചോദിക്കൂല, അല്ലേ? നിങ്ങൾ എന്തേ ഇന്നലെ ജുമക്ക് കാണാൻ ഞാൻ ആരും ചോദിക്കാറുണ്ടോ? നിങ്ങൾ എന്തേ വീട്ടിലുണ്ടേനല്ലേ, പള്ളിയിൽ വരാതെ ചോദിക്കാറുണ്ടോ? ചോദിക്കൂല. പാവപ്പെട്ട സാധുവായ ദുർബലനായ മനുഷ്യനോട് ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യും, അവനെ ആക്ഷേപിക്കുകയും ചെയ്യും. പള്ളിയിൽ വരാതെ വീട്ടിലിരുന്നതല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു പവർ മറ്റോന് വരും. അത് നല്ലതാ, അത് നല്ലതാണ്. ഇത് ചോദിക്കാൻ പറ്റിയ, നമ്മളെ ഗുണദോഷിക്കാൻ പറ്റിയ ഒരു കൗമ് നമ്മുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, സഹോദരാ, നിന്റെ നരകത്തിലേക്കുള്ള റൂട്ട് നീ വെട്ടിക്കഴിഞ്ഞു. നിന്റെ സെക്യൂരിറ്റി നിനക്ക് ദോഷമാണ് ഉണ്ടാക്കുക. നമ്മൾ വിചാരിക്കും ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ, ഞാനിങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ, ആഡംബരത്തിന്റെ ഉള്ളിൽ, കാറുകൾക്കുള്ളിൽ കിടന്നാൽ ആരും അറിയില്ല ഞാൻ നിസ്കരിക്കാത്തതും, ആരും അറിയില്ല ഞാൻ തോന്നിയാസം ചെയ്യുന്നതും, ആരും അറിയില്ല തന്റെ റൂം ബോയിനെ, തന്റെ വീട്ടിലെ പരിചാരകനെ പറഞ്ഞയച്ചൊരു തണുത്ത വെള്ളം കൊണ്ടുവന്ന് കലക്കി കുടിച്ചാൽ നാട്ടുകാരറിയില്ലെന്നുള്ള ബോധ്യമായിരിക്കും നിന്നെ വളർത്തുന്നത്. പക്ഷേ നിന്റെ സെക്യൂരിറ്റി അവിടെ നഷ്ടപ്പെടുന്നു എന്നത് നീ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആറാമതായി പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഇത് നമ്മൾ കൊണ്ടുവരണം. നമുക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനോട്, ഏതെങ്കിലും ഒരു കുട്ടിയോട് നമുക്ക് ഇഷ്ടം വന്നാൽ അവളുടെ ഇഷ്ടത്തെ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും വേണ്ടി നമ്മൾ ഒരുങ്ങാറില്ല. അതുപോലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അള്ളാഹ്ക്ക് കാണിക്കുവാനും അള്ളാന്റെ ഇഷ്ടം തിരിച്ചിങ്ങോട്ട് വാങ്ങുവാനും എങ്ങനെ ഒരുങ്ങുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം.
അങ്ങനെ ഒരുങ്ങി പുറപ്പെടാൻ ഓരോ ദിവസവും സത്യവിശ്വാസികളെ നമുക്ക് സാധിക്കണം. വല്ലദീന ആമനു വശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹു പറഞ്ഞില്ലേ, വിശ്വസിച്ചവരാകട്ടെ അല്ലാഹുവിനോട് കൂടുതൽ സ്നേഹമുള്ളവരാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ ഒരു പ്രയോഗമുണ്ട്, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുക്ക് അവരെയും ഇഷ്ടമാണ്. അങ്ങനെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ, പരസ്പരം അല്ലാഹുമായിട്ട് ലവായാൽ, നിങ്ങളുടെ എല്ലാ കാര്യവും ചെയ്തു തരാൻ ഏറ്റവും ആദ്യമെത്തുക റബ്ബായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യവും അടുത്ത സെക്കൻഡ് വെച്ച് അല്ലാഹു തരും. ഞാൻ മുമ്പൊരു ചരിത്രം പറഞ്ഞിരുന്നു. മദീനത്തെ പള്ളിയിൽ മദീന നിവാസികൾക്ക് മഴ കിട്ടാത്തൊരു സന്ദർഭത്തിൽ മദീന നിവാസികൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. മഴയ്ക്ക് വേണ്ടിയുള്ള വമ്പിച്ച നമസ്കാരം നടന്നോടെ മാലിക് ദീനാറാണ് ഇത് പറയുന്നത്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. പക്ഷെ മഴ വന്നില്ല. അങ്ങനെ മാലിക് ദീനാർ പള്ളിയിലുണ്ട്. ഒരു ചെരുപ്പ് നന്നാക്കുന്ന ഒരു ചെരുപ്പൂത്തി വന്നിട്ട് നിസ്കരിച്ചോടുന്നു. എന്നിട്ട് ആരോരുമില്ലാതെ ഒറ്റക്ക് നമസ്കരിച്ച ആ മനുഷ്യൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, അള്ളാഹുവാണ് സത്യം, മദീന നിവാസികൾ പട്ടിണിയിലാണ്. മദീന നിവാസികൾ ഈ വരണ്ട അവസ്ഥയിൽ ഇനിയും മഴ നീ തന്നിട്ടില്ലെങ്കിൽ റബ്ബേ, അവർ നശിച്ചു പോകും. അവരിലെ കുട്ടികളും അവരിലെ കൃഷിയിടങ്ങളും അവരിലെ കന്നുകാലികളും അവരിലെ മനുഷ്യരാശിയും ഇല്ലാതായി പോകും റബ്ബേ, അതുകൊണ്ട് മഴ തരണേ എന്ന് പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. അയാൾ അടുത്ത സെക്കൻഡിലും മഴ വന്നു. ആ മഴ സുബഹി വരെ പെയ്തു എന്നാണ്. സുബഹിക്ക് ശേഷമാണ് ആ മനുഷ്യൻ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. ഇത് മാലിക് ദിനാറിനെ വല്ലാതെ സ്വാധീനിച്ചു. നൂറുകണക്കിന് ആളുകൾ നമസ്കരിച്ചിട്ട് കിട്ടാത്ത മഴ ഒരൊറ്റ വ്യക്തി വന്ന് നമസ്കരിച്ചപ്പോൾ കിട്ടിയതിൽ അദ്ദേഹം അത്ഭുതം പൂണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. ആരായിരുന്നു താങ്കൾ? ഇവിടെ നമസ്കാരം നടന്നിട്ട് മഴയൊന്നും കിട്ടിയില്ല, മാഷാ അല്ലാഹ്, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു, മഴ വന്നത് ഞാൻ കണ്ടു എന്നാ ഒരു ആത്മാഭിമാനത്തോടെ പറയാൻ വായി തുറന്നതും ആ മനുഷ്യൻ രൂക്ഷത്തോടെ ഈ മാലിക് ദിനാറിനെ നോക്കി, നിങ്ങൾ മിണ്ടരുത്, ആരാണ് പൊയ്ക്കോളി എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു. അങ്ങനെ ളുഹറിന് അദ്ദേഹം വരുമായിരിക്കുമെന്ന് വിചാരിച്ച് കാത്തുനിന്ന് വന്നില്ല. ആളുകളോട് പറയും, എന്ത് ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചപ്പോഴാട്ടോ മഴ പെയ്തെന്നൊക്കെ ഒരു ആവേശത്തിൽ പറയില്ല. നല്ല രൂപത്തിൽ തന്നെ പറയുന്ന ആൾക്കാർ അസൂയാലുക്കളല്ല, അല്ലെങ്കിൽ ഈ ഈമാൻ പോകുന്ന ആളുകളല്ല, അയാളെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് തീരുമാനിക്കുന്ന ആളുകളുമല്ല. നല്ല മനുഷ്യർ വിചാരിക്കൂലേ, ആ മനുഷ്യനൊന്ന് കാണിച്ചു കൊടുക്കണം, ഈ മനുഷ്യനായിരുന്നു എന്ന് പറയാൻ ളുഹറിന് അദ്ദേഹം വന്നില്ല. അസറിന് കാത്തുനിന്നു, അസറിന് അദ്ദേഹം വന്നില്ല. അസറിന് ശേഷം മാലിക് ദീനാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ പോയി നോക്കുമ്പോൾ ആ വീട് താഴിട്ട് കൂട്ടിയിരിക്കുന്നു. അദ്ദേഹം കുറെ വിളിച്ചു. ആഗതൻ വിളിച്ചപ്പം വിളി കേൾക്കുന്നില്ല. സമീപത്തൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞത്രേ, ആ മനുഷ്യൻ തന്റെ ഭാണ്ഡക്കെട്ടുകളും പാത്രങ്ങളുമായി ഇവിടെ വിട്ടു പോയിരിക്കുന്നു. രാവിലെ ആരോ ഒരു ആഗതൻ വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം അല്പം ക്ഷുഭിതനായിട്ടാണ് കണ്ടത് എന്ന് ഞാൻ ഈ ചരിത്രം മുന്നേ പറഞ്ഞതാ. നമ്മളെ നാട്ടിലൊക്കെ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു മഴ പെയ്താൽ 3 മീറ്റർ പച്ചത്തുണിയും 2 പാക്കറ്റ് ചന്ദനത്തിരിയുമായി പൊതിയും അയാളെ, അല്ലേ? അയാളും എന്ത് ചെയ്യും? നല്ല ഭജനട്ടങ്ങടെ ഇരിക്കും. പിന്നെ നമ്മുടെ പ്രസവക്കേസും മോൾക്ക് പുതിയാപ്പിളാവാത്തതും വീട് ശരിയാത്തതൊക്കെ റഹ്മാനായ റബ്ബിനെ നിർത്തിയിട്ട് ഇയാൾ അടുത്തേക്ക് പോകും. അയാളും അതെന്ത് ചെയ്യും? മുതലെടുക്കും. ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ? മാലിക് ദിനാർ പറയാണ്, അതിനുശേഷം ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല ഞങ്ങൾ, വിട്ടുകളഞ്ഞു. അദ്ദേഹം അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റഹ്മാനായ റബ്ബിന്റെ സ്നേഹിതനായ ഒരു ചെരുപ്പൂത്തിയായിരുന്നു അദ്ദേഹം. തന്റെ ഈ ആദർശബന്ധം ആളുകൾക്കിടയിൽ മാർക്കറ്റാകുമോ? തന്റെ ഈ ആരാധന ആത്മീയതയുടെ ആ ഈറ്റില്ലങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു റിയായിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാവണം ആ മനുഷ്യനെ നാട് വിട്ടു കളഞ്ഞു. എന്തു മനസ്സിലാക്കി? അള്ളാഹുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മളിലേക്കെല്ലാം കടന്നു വരും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ബാക്കിയുള്ള പോയിന്റുകളൊക്കെ വിശദീകരിക്കുമ്പോൾ അല്പം സമയം ആവശ്യമുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അത് മറ്റൊരു ദിവസം നമുക്കാക്കാം. അള്ളാഹു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കിയിട്ട് ഈ 6 പോയിന്റുകളിൽ നിന്നാൽ തന്നെ ഒരുവിധം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. അള്ളാഹു ഒരു മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന സാഹചര്യത്തെ പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയത്തിൽ ജീവിച്ച് ശിർക്കിൽ മുങ്ങിക്കുളിച്ച് ബിദ്അത്തിൽ മുക്കി ജീവിച്ചൊരു മനുഷ്യൻ അതെല്ലാം തിരിച്ചറിഞ്ഞ് നിർത്തി റഹ്മാനായ റബ്ബിലേക്ക് കടന്നു വന്ന് കലിമത്തു ഷഹാദ ചൊല്ലി അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്ന. അങ്ങനെ എത്ര ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയോ?
ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, ഷഹാദത്ത് ചെല്ലുന്നു, തൊട്ടടുത്ത വർഷം മരിക്കുന്നു, തൊട്ടടുത്ത മാസം മരിക്കുന്നു, തൊട്ടടുത്ത നിമിഷം മരിച്ച സഹാബി വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആവർത്തിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിലേക്ക് എത്തിയവർ. നമ്മൾ തിരുത്തുക, നിർത്തിക്കളയുക. ബാക്കി പ്രത്യേകിച്ച് ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ്, സമ്പത്തും സൗകര്യവും വരുമാനവും ഒരു ആവറേജിന്റെ മുകളിലുള്ള ആളുകളാണല്ലോ ബാംഗ്ലൂരിൽ ജീവിക്കുക. ദാരിദ്ര്യത്തിന്റെ രേഖയുടെ താഴെ കിടക്കുന്നവൻ കേരളത്തിൽ നിന്ന് വന്ന് ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ആവറേജിന് മുകളിലാണെന്ന് 100% ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആവറേജിന് മുകളിലില്ലേ എങ്കിൽ നിങ്ങൾക്ക് റബ്ബിനോട് ചേർന്ന് നിന്നൂടെ? മറ്റുള്ള പാപങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങളുടെ കച്ചവടമായിട്ട് മുന്നോട്ട് പോകൂ. 5 നേരം അലാറം വെച്ച് പള്ളിയിലേക്ക് വരൂ. മുതലാളിമാരെ നിങ്ങൾ വരൂ, തൊഴിലാളിമാരെ നിങ്ങൾ സമയം നിശ്ചയിച്ച് ഓരോ സമയബന്ധിതമായി അത് നിർവഹിക്കൂ. അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ ചെയ്തു നോക്കൂ. പണക്കാരായ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരോട് നിങ്ങൾക്ക് എന്താണ് അവിടെ പണി? നിങ്ങൾക്ക് ഇബാദത്തുകളിൽ ഇരുന്നൂടെ? വരുമാനങ്ങൾ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ, വരുമാനങ്ങളും സാലറികളും മാസാമാസം നിർത്താതെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ പണി? നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ പണി? നിങ്ങൾ അവിടെ വെറുതെ ഇരുന്ന് റീൽസ് കണ്ട് സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കളയാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഖുതുബ ഒരു പക്ഷേ ഈ സൂചിപ്പിച്ച നഷ്ടക്കാരിൽ നിങ്ങൾ വന്നേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കുക, നമ്മൾ നിർത്തുക. രണ്ടാമതായി, ഒരു മനുഷ്യനോട് പാപം ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചതാണ്, ഒരാൾ പാപം ചെയ്തു, ആ പാപം ചെയ്തതിന്റെ ഷോക്കിൽ അയാൾ ഉടനെ വീട്ടിലേക്ക് പോയി ഫ്രഷായി വുളൂ ചെയ്ത് നമസ്കരിച്ച് അള്ളാഹുവോട് കൈകൾ ഉയർത്തി പാപമോചനത്തിൽ ഏർപ്പെട്ടാൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. ആത്മാർത്ഥമായ ഒരു മനുഷ്യനോട് തെറ്റ് ചെയ്തു പോയിട്ട്, പടച്ചോനെ എനിക്ക് പറ്റിപ്പോയതാണല്ലോ, എനിക്ക് പുറത്തു തരണേ, വല്ലാതെ പഴച്ചു പോയതാ റബ്ബേ, ആ നിമിഷത്തിൽ കാലിടറിയതാണ് റബ്ബേ, ഇനി ഞാൻ ഒരിക്കലും അതിലേക്ക് പോകില്ലെന്ന് പറഞ്ഞ് തൗബ ചെയ്താൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്ന. ഇനി ഒരാൾ പാപം ചെയ്തു, അയാൾ ആ പാപമുക്തമായ ജീവിതം നയിക്കാൻ വേണ്ടി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കറുത്ത കറയെ എടുത്തു മാറ്റാൻ അള്ളാഹുവിന്റെ ഏറ്റവും പരിശുദ്ധമായ ഭൂമികയിലേക്ക് ചെന്ന് ഹജ്ജ് നിർവഹിച്ചാൽ, ഉംറ നിർവഹിച്ചാൽ, അവിടെ പാപമോചനം തേടി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അയാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു കൊടുക്കുന്ന മഖബൂലായ ഹജ്ജ് നിർവഹിക്കുന്ന ഒരു മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ചെറിയ പൈത കുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഹൃദയവുമായി അയാൾക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്നാണ്. തരുണത്തിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മളുടെ പാപങ്ങൾ പുറത്ത് അള്ളാന്റെ മുന്നിൽ സന്തോഷത്തോടെ വന്നു ചേരാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈ ഖുതുബ കേൾക്കാൻ കഴിയാത്തവർക്കും ഈ ഒരു കാര്യം ഗൗരവത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾക്കും ഈ മെസ്സേജ് എത്തിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സാഹചര്യം ഒരുക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. توفنا مسلما والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد.